ഹലോ. മാമ്പഴക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ടതാണ്. കാരണം ഫ്രഷായിട്ട് ഇത്രയും നല്ല ഫ്രൂട്ട് നമ്മളെ മുമ്പിലേക്ക് എത്താം മാങ്ങക്കാലം വരുമ്പോഴാണല്ലേ. അങ്ങനെ കുറേ മാങ്ങ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് ചെയ്യും, എല്ലാവർക്കും കൊടുത്ത് അവസാനിപ്പിച്ചിട്ടും തീർന്നില്ലല്ലോ സാധനം. അതിനിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സാരംഗ് ഭവൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നു, മാമ്പഴ ജാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനതെടുത്ത് നോക്കി. സാരംഗ് ഭവൻ്റെ വീഡിയോസൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അവരുടെ എഫേർട്ടിനനുസരിച്ച് അവരുടെ വീഡിയോസിൽ എന്ത് രസമാണ് കാണാൻ. ഭാഷയാവട്ടെ, മ്യൂസിക് ആവട്ടെ, അവരുടെ ശൈലി ആവട്ടെ, ആ കിച്ചണിൻ്റെ ഒരു ഒരുക്കവും കാര്യങ്ങളും മൊത്തത്തിൽ അവർ അടിപൊളിയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി. ഞാനപ്പോൾ എന്തായാലും ഇക്കൊല്ലം മാമ്പഴ ജാം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അതിന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മാമ്പഴം അങ്ങോട്ട് മാറ്റി വെച്ചു. അത് തൊലി കളഞ്ഞു, വൃത്തിയാക്കി. ഞാൻ കത്തി കൊണ്ടൊന്നും തൊലി കളയാൻ നിന്നില്ല, കാരണം മാങ്ങ ഓൾറെഡി പഴുത്ത് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുകയായിരുന്നു. കത്തി കൊണ്ട് വെറുതെ അതിനെ നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അതിനെ ബലാത്കാരമായി പിഴിഞ്ഞെടുത്തു. അപ്പം പിന്നെ നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ. മധുരമൊന്നും എനിക്ക് തോന്നുന്നു മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര സ്വീറ്റ് ആയിരുന്നു. പിന്നെ അത് മിക്സിയിലിട്ടൊന്ന് അരച്ചു. അത് കഴിഞ്ഞ് അത് നേരെ നമ്മുടെ ചീൻചട്ടിയിലിട്ടിട്ട് ഉരുളിയിലിടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നട്ടപ്പാതിരാക്കണം ഞാനിത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഉരുളിയിലൊന്നും ഇടാൻ പോയില്ല. പിന്നെ മടിയെന്നും പറയാം. പിന്നെ അല്ല, മലയാളികളല്ലേ, ഞാൻ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. മൊത്തത്തിൽ ഞങ്ങളെപ്പോലത്തെ ഗേൾസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിന് ഞാനത് ചട്ടിയിലിട്ടിട്ട് പഞ്ചസാരക്ക് ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുനാരങ്ങ ഞാൻ ചേർത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുനാരങ്ങ ചേർത്തില്ല. മറ്റൊരതിൽ ചെറുനാരങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നല്ലോണം കുഴമ്പ് പോലെ ആവണപ്പോൾ വരെ ഞാനിങ്ങനെ ഇളക്കി 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 അടിയിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അടിയിൽ പിടിച്ച സാധനം കയ്യിൽ ഒട്ടി പിടിച്ചിട്ട് തിന്നുമ്പോൾ എന്തോ ഒരു ജെല്ലി മിഠായി തിന്നണ പോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാങ്ങയുടെ നല്ല ഫ്ലേവർ ഉണ്ടായി. ഇത് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ ഫ്രൂട്ടില്ലേ, ഫ്രൂട്ടിയുടെ നല്ലൊരു സ്മെല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്മെല്ല്. പിന്നെ ഈ അടുത്ത് എനിക്ക് മധുരപ്രേമം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീർത്ത് വരുന്നുണ്ട്. മധുരം കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങോട്ട് സാധിക്കണില്ല. കഴിച്ചത് തുടങ്ങിയപ്പോൾ ഞാൻ തീരെ മധുരം കഴിക്കാത്ത ആളായിരുന്നു. പിന്നെ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ മധുരം കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ വല്ല ഷുഗറൊക്കെ വന്ന് വല്ലതൊക്കെ ആവുമ്പോൾ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നല്ല, എന്നാലും നോക്കട്ടെ. അങ്ങനെ ഇത് തിളച്ച് വരുമ്പോൾ എന്ത് രസമാണെന്നറിയോ, മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് തിന്നാൻ തോന്നും. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പൾപ്പ് ആക്കിയിട്ട് നമുക്ക് മറ്റേ കസ്കസൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്നൊക്കെ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് പോലെ ആക്കിയിട്ട് എടുക്കാൻ തോന്നുന്നു. ഞാൻ കുടിച്ചു. അങ്ങനെ ഇത് ചൂടാറിയതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിൽ അടച്ചിട്ട് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാൻ, നല്ല അടിപൊളിയായിട്ട് കുറുകിയിട്ട് നല്ല ഇതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.